മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ മെറിറ്റ് ഈവനിംഗ് ബുധനാഴ്ച നടക്കും. വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനങ്ങളിലൂടെയും സാമൂഹിക വികസന രംഗത്ത് പ്രവർത്തിക്കുന്ന കൊച്ചിയിലെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ മെറിറ്റ് ഈവനിംഗ് 2025 നടത്തുന്നു. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലയിലെ 22 സ്കൂളുകളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ 650ഓളം വിദ്യാർത്ഥികളെ ജൂൺ 11 ആദരിക്കുമെന്ന് ഭാരവാഹികളായ KM റഹീം, അഡ്വക്കേറ്റ് ആന്റണി കുര്യത്തറ, AM അയ്യൂബ്, ഷെയ്ല തദേവുസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ഇത് ഈ വർഷം നമ്മുടെ നല്ല രീതിയിൽ തന്നെ 16ഓളം കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ്, അതോടൊപ്പം തന്നെ റാങ്ക് ജേതാക്കളെ, പത്രപ്രവർത്തകരെ, മുതിർന്ന കലയുള്ള ആളുകളും, അതോടൊപ്പം തന്നെ ഡിഗ്രിക്ക് റാങ്കിന്റെ ജേതാക്കളൊക്കെ ആദരിക്കുന്നു. ഇത് നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് എല്ലാ വർഷവും കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ വർഷം നല്ല റിസൾട്ടാണ് കൊച്ചി മേഖലയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ ആദരിക്കുന്നതാണ് ആദ്യത്തെ പരിപാടി. സ്കൂളുകൾ അതേപോലെ തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളുകൾക്കും ഒരു അംഗീകാരം കൊടുക്കുന്ന പരിപാടി കൂടിയാണ്. ബുധനാഴ്ച ടൗൺ ഹാളിൽ വെച്ച് പശ്ചിമ കൊച്ചിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും SSLCക്കും +2 ഫുൾ A+ മേടിച്ച വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ഒരു പരിപാടി. ബുധനാഴ്ച മട്ടാഞ്ചേരി നെഹ്റു മെമ്മോറിയൽ ടൗൺ ഹാളിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന മെറിറ്റ് ഈവനിംഗ് ജസ്റ്റിസ് B. കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. വിവിധ പുരസ്കാരങ്ങൾ TJ വിനോദ് MLA, മുൻ GCDA ചെയർമാൻ N. വേണുഗോപാൽ, തമ്പി സുബ്രഹ്മണ്യം, KK കുഞ്ഞച്ചൻ, കൗൺസിലർമാരായ ഷെയ്ല തദേവുസ്, KM മനാഫ് എന്നിവർ വിതരണം ചെയ്യും. N. വേണുഗോപാൽ പാറ്റനും KM റഹീം ചെയർമാനും അഡ്വക്കേറ്റ് ആന്റണി കുര്യത്തറ ജനറൽ കൺവീനറുമായി KK കുഞ്ഞച്ചൻ, AM അയ്യൂബ്, P. രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ 2010 മുതൽ മെറിറ്റ് ഈവനിംഗ് നടത്തിപ്പോരുകയാണെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. എല്ലാ വർഷവും എല്ലാവിധ നാനാജാതി വിഭാഗങ്ങളുടെ ആഘോഷങ്ങളെല്ലാം കൊണ്ടാടുകയും മറ്റ് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ അനുസ്മരണം, ജന്മദിനം എന്നിവയെല്ലാം കൊണ്ടാടുകയും വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും മറ്റും നടത്തി വരികയും ഞങ്ങൾ ഇതിനു മുമ്പ് ചുള്ളിക്കൽ വെച്ച് ഇതുപോലൊരു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.